ഡൽഹിയുടെ പേര് മാറ്റണം എന്ന് പുതിയ ഒരാവശ്യം. അതായത് നമ്മൾ സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റാനായിട്ട് ഒരു നേതാവ് പറഞ്ഞില്ലേ, അതുപോലെ തന്നെ ഡൽഹിയുടെ പേര് മാറ്റണം. ഇവനൊക്കെ എന്ത് വിവരക്കേടാണെന്നൊന്ന് ആലോചിച്ച് നോക്കിയുള്ളൂ വിളിച്ച് പറയുന്നത്. കാര്യം അത് പറഞ്ഞത് വേറെ ആരുമല്ല, ഡൽഹി VHP ഡൽഹിയുടെ സെക്രട്ടറി. അയാളുടെ അഡ്രസ്സ് അതാ, ഡൽഹിയിൽ നിന്നാണ്. VHP ഡൽഹിയുടെ സെക്രട്ടറി സുരേന്ദ്രകുമാർ ഗുപ്ത എന്ന് പറയുന്ന ആളാണ് കേന്ദ്രമന്ത്രിക്ക് ഇത് ആവശ്യപ്പെട്ട് ഒരു ലെറ്റർ കൊടുത്തേക്കുന്നത്. അതിനകത്ത് പറഞ്ഞേക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ വിചിത്രമാണ്. ഡൽഹി എന്നുള്ള പേര് ഏതാണ്ട് വന്നു കഴിഞ്ഞാൽ ഡൽഹിയുടെ ചരിത്രം ഏതാണ്ട് ഒരു സാംസ്കാരിക പാരമ്പര്യം ഒരു 200 വർഷം 2000 വർഷം വരെ ഉള്ള കാര്യമേ കിട്ടത്തുള്ളൂ. നേരെ മറിച്ച് അതിൻ്റെ പേര് ഇന്ദ്രപ്രസ്ഥ എന്ന് മാറ്റിക്കഴിഞ്ഞാൽ 5000 വർഷത്തെ പാരമ്പര്യവും സംസ്കാരവും ഇത് കിട്ടും. ഈ പേര് മാറ്റിക്കഴിഞ്ഞാൽ ഉടനെ പട്ടിണി മാറും, സംസ്കാരം മാറും, പാരമ്പര്യം മാറും, ഇതെല്ലാം അങ്ങ് മാറും. പേരുകൾ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ലോകരാജ്യങ്ങളുടെ ഇടയിൽ ഇന്ത്യക്ക് ഇപ്പോൾ യഥാർത്ഥത്തിൽ നല്ലൊരു സ്ഥാനമുണ്ട്. അത് VHPയുടെ ഗുണം കൊണ്ടൊന്നും അല്ല അതുണ്ടായേക്കുന്നത്, നമ്മുടെ രാജ്യത്തിൻ്റെ പ്രത്യേകത കൊണ്ട് തന്നെയാണ്. വർഷങ്ങളായിട്ട് ഉണ്ടായ ഉയർച്ച തന്നെയാണ് നമ്മുടെ രാജ്യത്തിന്. അപ്പോൾ ഈ ലോകരാജ്യങ്ങളെല്ലാം ഇന്ത്യയുടെ തലസ്ഥാനം അറിയുന്നത് ഡൽഹിയിൽ നിന്നാണ്. അതിന് ഇന്ദ്രപ്രസ്ഥ എന്ന് മാറ്റണമെന്നാണ്. എവിടുന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടിയാക്കിയത് ഇന്ദ്രപ്രസ്ഥ എന്ന് ഇട്ട് കഴിഞ്ഞാൽ എല്ലാം ശരിയാവും. അതാണ് കാര്യം. ഡൽഹിയുടെ പേര് ഇന്ദ്രപ്രസ്ഥ എന്ന് മാറ്റണം. അതുപോലെ ഡൽഹി ചേർത്തുള്ള എല്ലാ സ്ഥാപനങ്ങളുടെയും സ്ഥലങ്ങളുടെയും എല്ലാം പേര് ഓൾഡ് ഡൽഹിയുടെ ആയാലും ന്യൂഡൽഹിയുടെ ആയാലും എല്ലാം ഇന്ദ്രപ്രസ്ഥ എന്നാക്കണം. അപ്പോൾ ന്യൂഡൽഹി എന്നുള്ളതിന് ന്യൂ ഇന്ദ്രപ്രസ്ഥ എന്നായിരിക്കും അയാൾ ഉദ്ദേശിക്കുന്നത്. എനിക്ക് മനസ്സിലായില്ല. ഓൾഡ് ഡൽഹിയുടേത് ഓൾഡ് ഇന്ദ്രപ്രസ്ഥ എന്നുള്ളതായിരിക്കും. ഇതൊക്കെ ഈ രീതിയിലുള്ള വികലമായ കാര്യങ്ങളാണ് ഓരോരുത്തന്മാരെ ആവശ്യപ്പെടുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയുള്ളൂ. ഇത് ഈ രീതി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഭാഗ്യത്തിന് നമ്മുടെ ഇന്ത്യയുടെ പേര് മാറ്റാൻ ഒക്കത്തില്ല അവന്മാർക്ക്. അല്ലേ മാറ്റിയാനേ. അതിൻ്റെ കാരണം എന്താണെന്നറിയാം, ഭരണഘടനയുടെ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയുടെ പേരെന്ന്, ഈ രാജ്യത്തിൻ്റെ പേരെന്ന് പറയുന്നത് ഇന്ത്യ ഓർ ഭാരത്, അതായത് ഇന്ത്യ അല്ലെങ്കിൽ ഭാരത് എന്നായിരിക്കണം എന്ന് പറഞ്ഞു. അതുകൊണ്ട് വേറെ പേര് കൊണ്ടുവരാൻ ഒരു മാർഗവുമില്ല. അല്ലായിരുന്നു ഈ കൊണ്ടുവന്നേനെ, ഇതിൻ്റെയും പേര് മാറ്റിയാനെ. ഇതിൻ്റെയും പേര് വല്ല വനപ്രസവമെന്നോ എന്തെങ്കിലും ഒരു പ്രസ്തവമെന്നോ ഒക്കെ ഇട്ടനെ. ഏതായാലും അത് മാറ്റാൻ വെക്കാത്തത് നമ്മുടെ ഭരണഘടന നിലവിലിരിക്കുന്നത് കൊണ്ടാണ് ഈ പേര് മാറ്റാൻ വെക്കാത്തത്. അതായത് ഒരു വലിയ കാര്യമായിട്ടാണ് ഞാൻ ഗണിക്കുന്നത്. കാരണം നമ്മുടെ രാജ്യത്തിനെങ്കിലും അങ്ങനൊരു പേര് ഉണ്ടല്ലോ ഇപ്പോൾ. ഇനി ഇതിൻ്റെ പേരും കൂടെ മാറ്റി കൊണ്ടുപോകും. പണ്ട് ഒരുപാട് രാജ്യങ്ങൾ അവരുടെ പേര് മാറ്റിയിട്ടുണ്ടല്ലോ. കാരണം സിലോൺ എന്നായിരുന്നു പണ്ട് ശ്രീലങ്കയുടെ പേര്, അത് ശ്രീലങ്ക എന്ന് ആക്കണമെന്ന് അവർ ആവശ്യപ്പെടും, ആക്കി. അങ്ങനെ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ബർമ്മ എന്ന് പറയുന്ന രാജ്യം, അത് മ്യാൻമാർ എന്നറിയുന്നു. ബർമ്മ എന്ന് പറഞ്ഞാൽ എന്ത് രസമായിരുന്നു. ഇപ്പോൾ ഈ മ്യാൻമാർ എന്ന് പറഞ്ഞാലേ അത് കൊള്ളാവും. ആ രീതിയിലായി. ഇങ്ങനെ പല രാജ്യങ്ങളും പേര് മാറ്റിയിട്ടുണ്ട്, ഇല്ലെന്നൊന്നുമില്ല. പക്ഷേ നമ്മുടെ രാജ്യത്തിൻ്റെ പേരേതായാലും നമ്മുടെ ഭരണഘടനയിൽ ഇതായതുകൊണ്ട് നിഷ്കർഷിക്കുന്നത് കൊണ്ട് അത് മാറ്റാൻ മാർഗമൊന്നുമില്ല. പിന്നെ ഡൽഹി ഇതേപോലുള്ള സ്ഥലങ്ങളുടെ ഈ ഡൽഹി എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേരിന് എന്താ കുഴപ്പം എനിക്ക് മനസ്സിലായില്ല. ഡൽഹി എന്ന് പറയുന്നത് എന്താ വല്ല മുസ്ലിം പേര് വല്ലതും ആണോ? ഒന്നുമല്ലല്ലോ. ആണെങ്കിൽ മാത്രമാണ് ഇവർക്ക് വലിയ പ്രശ്നം വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അതൊക്കെ അങ്ങ് മാറ്റി കൊണ്ടുപോകണം. ഈ ഓരോ വാദങ്ങൾ ഇതുപോലെ രാജ്യത്തിൻ്റെ പല ഭാഗത്തുനിന്നും ഉയർന്നു വരും. ഇപ്പം തന്നെ നമുക്ക് യഥാർത്ഥത്തിൽ കൽക്കട്ട എന്ത് നല്ല പേരായിരുന്നു പറയാൻ, അത് അവസാനം അത് കൊൽക്കത്ത എന്നാക്കി വെച്ചു. അതുപോലെ ബാംഗ്ലൂർ എന്ന് പറയുന്നത് നല്ല രസകരമായി ഉച്ചരിക്കാവുന്ന ഒരു പേരായിരുന്നു, അതിന് ബംഗളൂരു എന്നാക്കി. ബോംബെ എന്ന് പറയുന്ന നഗരം, ഇന്ത്യയിലെ വാണിജ്യ നഗരം, അതിൻ്റെ പേര് ഇതുപോലെ മുംബൈ എന്നാക്കി. ഇനിയിപ്പോൾ നോക്കിയപ്പോൾ ഡൽഹി ഇതുപോലെ കിട്ടും കേട്ടോ. അതുപോലെ തമിഴ്നാട് മദ്രാസ്, അതിനെ ചെന്നൈ. ഇതൊക്കെ ഓരോ യഥാർത്ഥത്തിൽ പ്രാദേശികവാദങ്ങളാണ് ഇതെല്ലാം ഉയർത്തിക്കൊണ്ടുവരുന്നത്. ഡൽഹി എന്ന് പറയുന്നത് ഇന്ത്യയുടെ തലസ്ഥാനമാണ്. ഇത് ഈ സുരേന്ദ്രകുമാർ ഗുപ്തയുടെ തലസ്ഥാനമല്ല, ഇന്ത്യയുടെ തലസ്ഥാനമാണ്. അതുകൊണ്ട് അതിൻ്റെ പേര് മാറ്റണോ വേണ്ടതെന്നുള്ളത്
വളരെ കൂലങ്കഷമായിട്ട് ആലോചിച്ച് ചെയ്യാവുള്ളൂ. കാരണം രാഷ്ട്രങ്ങളുടെ ഇടയിലെല്ലാം നമ്മുടെ ഇന്ത്യ തലസ്ഥാനം ഡൽഹി എന്ന പേരിൽ അറിയപ്പെടും. അങ്ങനെയാണ് അറിയപ്പെടുന്നത്. ഇനി അതിനൊക്കെ ഇന്ദ്രപ്രസ്ഥ എന്നൊക്കെയുള്ള പേരിട്ട് കഴിഞ്ഞാൽ ഈ സായിപ്പന്മാർ ഇതെങ്ങനെ ഉച്ചരിക്കും എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് അറിഞ്ഞൂടാ. അവർ പറയുന്നത് എങ്ങനെ ആയിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഊഹിക്കാൻ പോലും പറ്റുന്നില്ല. യഥാർത്ഥത്തിൽ ഡൽഹി എന്നുള്ള പേര് വളരെ അന്തസ്സും ഐശ്വര്യമുള്ള ഒരു പേരാണ്. ഒരു കാരണവശാലും അത് മാറ്റാൻ പാടില്ല. ഇന്ത്യയുടെ തലസ്ഥാനം എന്നുള്ള രീതിയിൽ അതറിയപ്പെടുന്ന ഈ ആ പേര് ഒരു കാരണവശാലും മാറ്റാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. ഇതുപോലുള്ള വൃത്തികെട്ട വാദങ്ങളുണ്ടല്ലോ, പ്രാദേശിക വാദങ്ങൾ ഉയർത്തിക്കൊണ്ടുവരരുത്. ഒരു രാജ്യത്തിന് വേണ്ടി, രാഷ്ട്രത്തിന് വേണ്ടി വേണം നമ്മൾ സംസാരിക്കാനും ജീവിക്കാനും. അപ്പോൾ അത് അങ്ങനെ വരുന്നുടനെ നമുക്ക് ഈ മനസ്സിലുള്ള ഈ ചെറിയ ചെറിയ ഇതുണ്ടല്ലോ, ഇതൊക്കെ അങ്ങ് മാറ്റിക്കളയണം. ഇതുപോലുള്ള ധാരണകളും തോന്നലുമൊക്കെ അതല്ല വേണ്ടത്. നമുക്ക് വേണ്ടത് ഐശ്വര്യമുള്ള, ഉയർച്ചയുള്ള ഒരു രാഷ്ട്രമാണ്. ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യയാണ്. അത് ആരുടെയും ഗുണം കൊണ്ടൊന്നുമല്ല, ജനസംഖ്യ ഉള്ളത് കൊണ്ടാണ്. അത് നമ്മുടെ ഒരു കേന്ദ്രമന്ത്രി പറഞ്ഞ മാതിരി ജനസംഖ്യ കൂടാൻ കാരണം ഈ നുഴഞ്ഞുകയറ്റക്കാർ കാരണം ജനസംഖ്യ കൂടുന്നതെന്നാണ് പറഞ്ഞത്. ഈ നുഴഞ്ഞുകയറ്റക്കാർ വന്ന് ജനസംഖ്യ കൂട്ടാൻ വേണ്ടി കയറി വരുന്നതാണോ എന്നുള്ളത് നമുക്ക് കേട്ടാൽ ചിരി വരുന്നൊരു കാര്യമാണ്. ഇതേപോലുള്ള ഉട്ടോപ്യൻ ഐഡിയയൊക്കെ പറയുന്ന ആളുകളാണ് നമ്മളെ ഭരിക്കുന്നത്. എന്ത് ചെയ്യാൻ പറ്റും? മാർഗ്ഗമില്ല. പക്ഷേ ഏതായാലും ഇത് ഗവൺമെൻറ് തീരുമാനമൊന്നും എടുത്തിട്ടില്ല. ഈ ആവശ്യം ഉന്നയിച്ച് അങ്ങോട്ട് കൊടുത്തിട്ടേ ഉള്ളൂ ഇന്ദ്രപ്രസ്ഥ ആക്കണമെന്ന്. ഇനി അതുപോലെ തന്നെ ഈ മന്ത്രിസഭയുടെ പേര് പാണ്ഡവ സദസ്സെന്നോ കൗരവ സദസ്സെന്നോ ഒക്കെ ആക്കണം എന്നൊക്കെ ഉള്ള പല പല ആവശ്യങ്ങളൊക്കെ ഇനി വരും ഇങ്ങനെയൊക്കെ ഉള്ളപ്പോൾ. ഏതായാലും ഇതൊന്നും യഥാർത്ഥം നമ്മുടെ ജീവിതത്തിന് ആവശ്യമുള്ള കാര്യങ്ങളല്ല. ഈ പേരിന്, ഡൽഹിയുടെ പേര് അന്തസ്സുള്ള പേര്, അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഇനി അതിൻ്റെ ഇന്ദ്രപ്രസ്ഥ എന്ന് മാറ്റിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ യശസ് ഒരുപാട് ഉയരും എന്ന് ആർക്കെങ്കിലും കരുതാൻ പറ്റുമോ? നേരെ മറിച്ച് വിദേശ രാജ്യങ്ങളുടെ മുന്നിൽ താഴത്തേ ഉള്ളൂ ഇതുകൊണ്ടൊക്കെ. അതല്ല വേണ്ടത്. നമുക്ക് വേണ്ടത് ഇപ്പോൾ ട്രംപിനോട് മത്സരിക്കേണ്ട ഗതികേടാണ്. ഇന്ത്യക്ക് ചുറ്റുമുള്ള എല്ലാ രാജ്യങ്ങളോടും മത്സരിക്കേണ്ട ഗതികേടിലാണ് ഇന്ത്യ. അങ്ങനെയുള്ളപ്പോൾ നമുക്ക് വേണ്ടത് ഇന്ത്യയുടെ ഉയർച്ച. ഇപ്പോൾ യഥാർത്ഥത്തിൽ ഈ റഷ്യയുമായിട്ട് പുതിനുമായിട്ടുള്ള നല്ലൊരു സഹകരണം ഉണ്ടായിട്ടുണ്ട്. അത് ആ ധാതുക്കളെ സംബന്ധിച്ചിടത്തോളം ഒക്കെയുള്ള ആ തീരുമാനങ്ങളും ഒക്കെ വളരെ വളരെ നല്ലതായിരിക്കും. കാരണം ചൈന അതിനകത്തൊരു ചെറിയ കടുംപിടുത്തം പിടിക്കാൻ തുടങ്ങി. കാരണം ചൈനയിൽ നിന്ന് ഈ ധാതുക്കൾ ഒരുപാട് നമുക്ക് വേണ്ടി വരുന്നുണ്ട്. അങ്ങനെ വേണ്ടി വരുമ്പോൾ അവർക്ക് പതുക്കെ അതിനകത്തൊരു ബലം പിടുത്തം വരുന്നുണ്ടേ റഷ്യ പോലുള്ള ഒരു രാജ്യം എന്ന് പറയുന്നത് അതിൻ്റെ സഹകരണം നമുക്ക് ആവശ്യമാണ്. ഏതായാലും ആ കാര്യത്തിൽ നമ്മുടെ ഗവൺമെൻറ് വിജയിച്ചിരിക്കുന്നു. റഷ്യയായിട്ടുള്ള സഹകരണം വളരെ മെച്ചപ്പെടുത്തിയിരിക്കുന്നു. ട്രംപ് കണ്ണുരുട്ടുന്നത് കണ്ടുകൊണ്ട് ഇനി റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങത്തില്ല, അതുപോലെ തന്നെ അല്ലേ ധാതുക്കൾ ഇറക്കുമതി ചെയ്തില്ല. ഇതൊന്നും, ഇങ്ങനെയുള്ള തീരുമാനങ്ങളൊന്നും പാടില്ല. ഇതൊന്നും ട്രംപിൻ്റെ രാജ്യമല്ല, ഇത് ഇന്ത്യയാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ സ്വന്തമായ കാര്യങ്ങൾക്ക് ഉയർച്ചയ്ക്കും വേണ്ടി നമുക്കൊക്കെ വേണം. അതിനകത്ത് അത് നിയന്ത്രിക്കാൻ ഈ ട്രംപ് എന്ന് പറയുന്ന ആരുമല്ല ഇവിടെ ഇന്ത്യയുടെ. അതാദ്യം മനസ്സിലാക്കണം. അയാളെ പേടിച്ച് ഇരുന്നുകൊണ്ട് അത് വേണ്ട ഇത് വേണ്ട എന്നൊന്നും ഉള്ള കാര്യങ്ങൾ എടുക്കരുത്. ഇന്ത്യക്ക് ഇന്ത്യയുടേതായ താല്പര്യങ്ങളാണ് വേണ്ടത്. അത് മാത്രം നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോയത്. അതിൻ്റെ ഇടയിലാണ് ഇതുപോലെ പേര് മാറ്റം. ഇന്ദ്രപ്രസ്ഥ പേര് മാറ്റിയ നാട് നന്നാവൂ? അതൊന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. അത്രയേ ഉള്ളൂ.